അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലുമൊക്കെയുള്ള സലഫി പ്രസ്ഥാനം. ആഫ്രിക്കൻ വൻകരയിലേക്ക് പോയാൽ ഈജിപ്തിലും സുഡാനിലും മൊറോക്കോയിലും അൾജീരിയയിലുമൊക്കെയുള്ള ഈ ഇസ്ലാഹി ആദർശത്തെക്കുറിച്ച് പറയുന്നത് ജമ്മിയത്ത് അൻസാർ സുന്ന എന്നാണ്. ഒരുപക്ഷെ ആ പേരൊക്കെ ആയിരിക്കാം ഈ അൻസാറുള്ള സംഘത്തിനും പ്രചോദനമായത്. ജമ്മിയത്ത് അൻസാർ സുന്ന ഒരു പഴയ പ്രസ്ഥാനമാണ്, ഖുർആന്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ. അവിടെയുള്ള ആളുകൾ ഒരു പള്ളി അൻസാർ സുന്നയുടേതാണ്, സലഫികളുടേതാണ് എന്നതിന് പറയുക ഇത് മസ്ജിദ് സുന്നി ആണെന്നാണ്. അപ്പം നമ്മൾ സുന്നികൾ തന്നെയാണ്. ഫാർ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഈ തൗഹീദിൻ്റെ ആളുകളുടെ സംഘത്തിൻ്റെ പേര് അൽ ജംഇയ്യത്തുൽ മുഹമ്മദിയ്യ എന്നാണ്. അൽ ജംഇയ്യത്തുൽ മുഹമ്മദിയ്യ. അവിടെ ഇവർ മുഹമ്മദികൾ എന്ന് പറയുന്നത് ഈ തൗഹീദിൻ്റെ വക്താക്കളെ കുറിച്ചാണ്. ഇത് ഞാൻ പറയാനുള്ള കാരണം, ആക്ഷേപങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ആരാണ് എന്ന് നമ്മൾ അറിയണം. നമ്മൾ അഹ്ലു സുന്നയാണ്, നമ്മൾ യഥാർത്ഥ സുന്നികളാണ് എന്നത്. നമ്മുടെ ഒന്നാമത്തെ പ്രമാണമാണ് ഖുർആൻ. ആ ഖുർആൻ പഠനത്തിന് വേണ്ടിയാണ് ഈ ദാറുൽ അൻസാർ ഇത്രയും കുഞ്ഞുങ്ങളെ, കുട്ടികളെ ചെറുപ്രായത്തിൽ ഖുർആൻ തഹ്ഫീദിലേക്ക് കൊണ്ടുവന്നത്. ലോകത്തുള്ള മുഴുവൻ ഖുർആൻ പ്രതികളും ചുട്ടരിച്ച് കളഞ്ഞാലും ഖുർആൻ മനുഷ്യൻ്റെ മനസ്സിൽ നിലനിൽക്കും. അതിനുള്ള ഒരു വഴിയാണ് ഈ തഹ്ഫീദുൽ ഖുർആൻ. അങ്ങനെ വേറെ ഒരു ഗ്രന്ഥമില്ല. ഇപ്പം ഖുർആനിന് മാത്രമുള്ള പ്രത്യേകതകൾ കുറേയുണ്ട്. അതിലൊന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഖുർആൻ മനഃപ്പാഠമാക്കുന്നു എന്നതാണ്. അങ്ങനെ മനഃപ്പാഠമാക്കുന്ന വേറെ ഏതെങ്കിലും ഒരു വേദഗ്രന്ഥമോ ഒരു നിയമപുസ്തകമോ ഒരു ചരിത്ര ഗ്രന്ഥമോ ഇല്ല. ആദ്യ അവസാനം മനഃപ്പാഠമാക്കുന്നതായി. ഖുർആനേക്കാൾ പ്രതികൾ പ്രചരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. ഖുർആനിനേക്കാൾ ഏതെങ്കിലും മ്യൂസിയങ്ങളിൽ സൂക്ഷിക്കപ്പെട്ട പഴയ ഗ്രന്ഥങ്ങളുണ്ട്. അതൊക്കെ ശരി. പക്ഷേ മനുഷ്യൻ്റെ മനസ്സിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരേ ഒരു ഗ്രന്ഥം ഈ ഖുർആനാണ്. മാത്രവുമല്ല, ഖുർആൻ ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അത് എന്താണ് എന്നറിയാൻ ആർക്കും സാധിക്കും. ഖുർആൻ കാലികമാണ്, നിത്യനൂതനമാണ്, എന്നും നിലനിൽക്കുന്നതാണ്. അതിൻ്റെ ആശയങ്ങളും നിർദ്ദേശങ്ങളും മനുഷ്യോപകാരപ്രദമാണ്. വേറെ ഏതെങ്കിലും ഒരു ഗ്രന്ഥം നമുക്കങ്ങനെ പറയാൻ സാധിക്കുമോ? ഇപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ 20-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന പോലും നൂറുകണക്കിന് തവണ അതിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്, പരിഷ്കാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ കാരണമെന്നല്ലേ? കാരണം മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങൾ ഭാവി അറിയാത്തതുകൊണ്ട് മനുഷ്യന് തിരുത്തേണ്ടി വരും. ഇപ്പോൾ കമ്മ്യൂണിസത്തിൽ പോലും മാറ്റങ്ങൾ വന്നതെങ്ങനെയാണ്? ചൈനയിലും റഷ്യയിലും ക്യൂബയിലുമൊക്കെ. അത് എഴുതുന്ന കാലത്ത്, കാൾ മാർക്സിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ വരാത്ത ഒരു ലോകമാണ് ഇപ്പോഴുള്ളത്. മൂലധനത്തെക്കുറിച്ചാണെങ്കിലും തൊഴിലിനെക്കുറിച്ചാണെങ്കിലും തൊഴിലാളിയെക്കുറിച്ചാണെങ്കിലും ആ കൺസെപ്റ്റ് തന്നെ മാറിക്കഴിഞ്ഞു. ഇനി ഈ കാലത്തേക്ക് പുതിയ നിയോ കമ്മ്യൂണിസം വരുന്നത് അതുകൊണ്ടാണ്. മാറ്റം നിർബന്ധമായി വരും എന്നാണ് ഈ പറഞ്ഞത്. എന്നാൽ ഖുർആനോ? ഖുർആനിൽ നിർബന്ധമായും വ്യക്തമായും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്നേക്കുമുള്ളതാണ്. എന്നാൽ കൃത്യമായും വ്യക്തമായും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ഖുർആനിൻ്റെ സ്പിരിറ്റ് അനുസരിച്ച് സമാനമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇജ്തിഹാദ് ചെയ്യാവുന്നതാണ്. ഇജ്തിഹാദ് ഗവേഷണമാണ്. ഇവിടെ ചെറിയ മുണ്ടത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അദ്ദേഹം ഒരു ഇജ്തിഹാദ് നടത്തിയിരുന്ന വ്യക്തിയാണ്. കാരണം ഖുർആനിൽ സമാനമായിട്ടുള്ളതിലേക്ക് വിധികളെ കൊണ്ടുവരിക എന്നതാണ്. അത് നിരന്തരം നിലനിൽക്കണം. അത് നിലനിന്നാൽ മാത്രമേ ഈ ഖുർആനും ഇസ്ലാമും കാലികമാവുകയുള്ളൂ. കാലത്തിൻ്റെ ഭാഷയിലേക്ക് അത് ഉയർന്നു വരണമെങ്കിൽ ഇപ്പം രണ്ട് സംഗതികളുണ്ട്. ഒന്ന് അതിൻ്റെ ടെക്സ്റ്റ്, മറ്റൊന്ന് അതിൻ്റെ സ്പിരിറ്റ്. ഈ സ്പിരിറ്റ്, ഖുർആൻ്റെ സ്പിരിറ്റ് എന്താ? സത്യം, ന്യായം, നീതി, ധർമ്മം, മൂല്യങ്ങൾ. ഇത് മതത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളാണ്. അപ്പം അതിനോട് യോജിച്ചുകൊണ്ടായിരിക്കണം പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പുതിയ പരിഹാരങ്ങൾ നിർദ്ദേശിക്കേണ്ടത്. പുതിയ തലമുറക്ക് പുതിയ സംശയങ്ങളുണ്ടാകും, പുതിയ ചോദ്യങ്ങളുണ്ടാകും, പുതിയ തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അഭിനിവേശമുണ്ടാകും. അതിനെങ്ങനെ മറുപടി കൊടുക്കും? അതൊന്നും ചോദിക്കണ്ട എന്നോ അതൊന്നും പറയണ്ട എന്നോ പറഞ്ഞാൽ പുതിയ തലമുറക്ക് സംതൃപ്തിയാവില്ല. അവർക്ക് ആ ചോദ്യം പ്രസക്തമാണെന്നും ആ സംശയം ശരിയാണെന്നും
എന്നാൽ ആ സംശയത്തിൻ്റെ മറുപടി ഇതാണെന്നും പറഞ്ഞു കൊടുത്താൽ എത്ര പുതിയ കാലഘട്ടം വന്നാലും ആളുകൾ ഖുർആനിൻ്റെ കൂടെ നിൽക്കും. ഇപ്പോൾ നോക്കൂ, യുക്തിവാദികളും ഫാസിസ്റ്റുകളും മതം വിട്ട ആളുകളുമൊക്കെ പിടികൂടുന്നത് നമ്മുടെ യുവാക്കളെയും യുവതികളെയുമാണ്. ഹൈസ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും പഠിക്കുന്ന കുട്ടികളെയാണ് ശാസ്ത്രത്തിൻ്റെ പേരിൽ, പുരോഗതിയുടെ പേരിൽ ഒക്കെ തന്നെ അവർ കൊണ്ടുപോകുന്നത്. എന്നിട്ട് സംശയങ്ങൾ ജനിപ്പിക്കുകയാണ്. ഖുർആനെ കുറിച്ച്, ഹദീസിനെ കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ ജീവിതത്തെക്കുറിച്ചൊക്കെ വളരെ മോശമായ നിലക്ക് പ്രചാരണം നടത്തിയിട്ട് സംശയങ്ങൾ ഉണ്ടാക്കുകയാണ്. അതോടുകൂടി നമ്മുടെ പുതിയ തലമുറക്ക് സംശയം വരികയാണ്. അങ്ങനെ സംശയം വരാതിരിക്കണമെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. അതുപോലെ തന്നെ ഇവിടെ വരാൻ പോകുന്ന പുതിയ സ്ഥാപനം ആ നിലക്ക് ഖുർആനിൻ്റെ ആശയങ്ങൾ പഠിപ്പിക്കുകയും കുറേ ഭാഗങ്ങൾ മനഃപ്പാഠമാക്കുകയും ആധുനിക സമൂഹത്തിൻ്റെ വെല്ലുവിളികൾ നേരിടാൻ കഴിയുന്ന പ്രബോധകരെ അവർ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും എന്ന് പറയുന്നത് ആശ്വാസകരമാണ്. നമ്മളിത് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ ഈ രംഗത്ത് വമ്പിച്ച ശൂന്യതയുണ്ടാകും. പരമ്പരാഗതമായ ഒരു രീതി കൊണ്ട് പുതിയ ലോകത്ത് നിലനിൽക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? എല്ലാം മാറുകയാണ്. ഇപ്പം നമ്മുടെ ജീവിത രീതി മാറുന്നു, നമ്മുടെ പഠന രീതി മാറുന്നു, നമ്മുടെ ഭക്ഷണ രീതി മാറുന്നു, നമ്മുടെ വസ്ത്ര രീതി മാറുന്നു, വിജ്ഞാനത്തിൻ്റെ മേഖലകൾ മാറുന്നു. നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാൻ കഴിയാത്ത വിധത്തിലുള്ള മാറ്റങ്ങൾ, വിസ്ഫോടനങ്ങൾ വിജ്ഞാന രംഗത്തുണ്ടാകുന്നു. ഇവിടെ മതവും മതത്തിൻ്റെ വിജ്ഞാനങ്ങളും ഈ ലെവലിലേക്ക് ആളുകൾക്ക് പരിചയപ്പെടുത്താൻ സാധിക്കുക എന്നത് നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ നമ്മുടെ ബാധ്യതയാണ്. അതിലേക്കുള്ള ഈ ചെറിയ ചുവടുവെപ്പുകൾ വലിയ സേവനമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇപ്പോൾ ഖുർആനിൻ്റെ എതിരിൽ വിമർശനങ്ങൾ ഉണ്ടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്. ആ വിമർശനങ്ങളെ നേരിട്ടത് നിങ്ങൾ ഇതുപോലെ ഒരു ഗ്രന്ഥം കൊണ്ടുവരൂ, നിങ്ങൾ ഇതുപോലൊരു 10 ആയത്തുകൾ കൊണ്ടുവരൂ, അല്ലെങ്കിൽ ഇതുപോലെ ഒരു സൂറത്ത് കൊണ്ടുവരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പം ഖുർആനെയോ നബിയെയോ അള്ളാഹുവിനെയോ വിമർശിച്ച ആളുകളുടെ കൈയും കാലും വെട്ടിമുറിക്കാനല്ല ഖുർആൻ പറയുന്നത്. മറിച്ച് ഇതുപോലെ ഒന്ന് നിങ്ങൾക്കുണ്ടാക്കാൻ കഴിയുമോ? അത് കഴിയാത്തത് കൊണ്ടാണ്. ഇപ്പോൾ വലീദ് ഇബ്നു മുഗീറയെ പോലുള്ള വലിയ സാഹിത്യ സമ്രാട്ടുകളുടെ കവികളുടെ അടുത്ത് ചെന്ന് അന്നത്തെ മക്കയിലെ പ്രമുഖരായ ഖുറൈശികൾ ആവശ്യപ്പെട്ടത് ഇതാണ്: മുഹമ്മദേ, ഈ ഖുർആൻ അല്ല, വലീദിനോട് പറഞ്ഞത് മുഹമ്മദ് കൊണ്ടുവന്ന ഈ ഖുർആൻ അത് ഓതുമ്പോൾ, അത് കേൾക്കുമ്പോൾ ആളുകൾ അതിൽ ആകൃഷ്ടരാകുന്നു. അങ്ങനെ നമ്മുടെ പാരമ്പര്യത്തെ നിഷേധിച്ചുകൊണ്ട് അവർ ഈ ഗ്രന്ഥത്തിൻ്റെ പിന്നാലെ പോകുന്നു. അതുകൊണ്ട് താങ്കളൊരു കാര്യം ചെയ്യുക. താങ്കൾ ഈ നാട്ടിലെ സാഹിത്യകാരനാണ്, വലിയ കവിയാണ്. താങ്കൾ ഇതുപോലൊരു ഗ്രന്ഥം എഴുതി ഉണ്ടാക്കി നമുക്കത് ജനങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ വലീദ് പറഞ്ഞു, നോക്കാം. ഒരു ടൈം പറഞ്ഞു, അത്ര ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ആ ദിവസം കഴിഞ്ഞ് വന്നപ്പോഴും ആയിട്ടില്ല. പിന്നെയും അവധി തെറ്റിച്ചു. അവസാനം വലീദ് പറഞ്ഞ വാചകം എന്താണെന്നറിയോ? ഞാൻ എന്താണ് നിങ്ങളോട് പറയുക? ഈ ഗ്രന്ഥം അത് ഉയർന്നു നിൽക്കും. ഇന്നഹു യഅലു വലാ യുഅല അലൈഹി. അതിൻ്റെ മേലെ മറ്റൊന്ന് വരില്ല. അതിനൊരു മാധുര്യമുണ്ട്, അതിനൊരു രുചിയുണ്ട് ഖുർആൻ. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇതിന് തുല്യമായി ഒന്ന് എഴുതി ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പം അന്ന് മുതൽ നിലനിൽക്കുന്ന ആ വെല്ലുവിളി ഓരോ വിഷയത്തിലും നമ്മളും ആവർത്തിക്കുക എന്നതാണ് നല്ലത്. ഉദാഹരണം, ഏറ്റവും വിമർശിക്കുക ഫാമിലി ലൈഫാണ്. ഇസ്ലാമിലെ വിവാഹമോചനം, ബഹുഭാര്യത്വം, തലാക്ക്, മുത്തലാക്ക്, വേറെ കാര്യങ്ങൾ. ഇതിൽ നമുക്കൊന്ന് പറയാം, ഓക്കെ, നിങ്ങൾ ഒരു വിവാഹ നിയമം കൊണ്ടുവരൂ. എല്ലാവർക്കും സ്വീകരിക്കാവുന്ന, എല്ലാ യുക്തിവാദികൾക്കും ഉൾക്കൊള്ളാവുന്ന ഒരു വിവാഹ നിയമം ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം യുക്തിവാദികൾക്ക് വിവാഹ ജീവിതം വേണം എന്ന് തന്നെ ഏകാഭിപ്രായമില്ല. വിവാഹം വേണ്ടാൻ അഭിപ്രായമുള്ളവരുണ്ട്, വിവാഹപൂർവ്വ ലൈംഗിക ബന്ധം ആവാന്നുള്ളവരുണ്ട്, ലിവിങ് ടുഗദർ ആവാന്നുള്ളവരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാഹ നിയമം ഉണ്ടാക്കാൻ കഴിയില്ല. ഇപ്പോൾ അടുത്ത് ഒരു ചാനൽ ചർച്ചയിൽ അതിൻ്റെ അവതാരിക എന്നോട് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിലെ ആളുകൾ കണ്ടമാനം ലക്ഷക്കണക്കിന് രൂപ അത് നല്ല കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നതായി കാണുന്നു, ലക്ഷങ്ങളും കോടികളും. ഇത്രയധികം പണം ചെലവഴിക്കാനുള്ള പ്രചോദനം എന്താണ്? അവർ മുസ്ലിം അല്ല ചോദിക്കുന്ന ആള്. ഞാൻ പറഞ്ഞു, അത് വളരെ ഈസിയാണ്. കാരണം നമ്മൾ വിശ്വസിക്കുന്നത് ജനിക്കുമ്പോൾ ആരും പണവുമായി വന്നിട്ടില്ല.
മരിക്കുമ്പോൾ ആരും പണവുമായി പോവുകയുമില്ല. അപ്പോൾ ഈ ജനന മരണത്തിനിടയിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഓരോരുത്തരും കഠിനാധ്വാനത്തിൻ്റെ ഫലമായി പണം കിട്ടി. അത് നൽകിയ പടച്ചവൻ പറയുന്നു, ഇതാ 2.5% ഇവിടെ കൊടുക്ക്, 5% അവിടെ കൊടുക്ക്. ഇങ്ങനെ ഓരോരുത്തർക്കും കൊടുക്കാൻ പഠിച്ച പടച്ചവൻ പറഞ്ഞത് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ അത് എടുത്തു കൊടുക്കുമ്പോൾ ആനന്ദമാണ് കൊടുക്കുന്നവന്. അപ്പോൾ നമ്മൾ വീട്ടിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു പാവം മനുഷ്യൻ എന്തെങ്കിലും ഒരു ആവശ്യമായി വരുമ്പോൾ ഈ പണം കൊടുക്കുന്ന ആളുകൾക്ക് സന്തോഷമാണ്. കാരണം എന്താണെന്നറിയോ? അല്ലാഹു തആല എനിക്കൊരു പുണ്യം ചെയ്യാൻ ഒരു മനുഷ്യനെ എൻ്റെ വീട്ടിലേക്ക് അയച്ചല്ലോ എന്ന് പറഞ്ഞാൽ ഒരു അതിഥിയെപ്പോലെ ആവശ്യക്കാരനെ സ്വീകരിക്കാൻ കഴിയുന്ന മനസ്സാണ് നമുക്കുള്ളത്. അതുണ്ടായത് ഈ ഖുർആൻ പഠിപ്പിച്ചെടുത്ത ഒരു വിധാനത്തിലാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഖുർആനിൽ വന്ന ഏത് നിയമങ്ങളും, സാമ്പത്തിക നിയമങ്ങളായാലും കുടുംബ നിയമങ്ങളായാലും അതുപോലെ രാഷ്ട്രീയ കാര്യങ്ങളായാലും കുറ്റവും ശിക്ഷയുമായാലും പോലും അത് കാലികമാണ്, ഉന്നതമാണ്, അത് ഏത് കാലത്തേക്കും പറ്റിയതാണെന്നാണ്. അത് നമ്മൾ ഓരോന്നോരോന്നായി എടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ ചെറിയമുണ്ടം ചെയറിൻ്റെ ഒരു പ്രധാന ഡ്യൂട്ടി അതായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ തഹ്ഫീള് പഠിച്ചിട്ടുള്ള മക്കളെ ഞാൻ പ്രത്യേകമായി ആദരിക്കുകയാണ്. തഹ്ഫീള് പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല ബുദ്ധി ഉണ്ടാകും എന്നാണ്. അവർ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് സ്കൂളിൽ തുടർ പഠനം നടത്തിയാൽ അവരേറ്റവും മുന്നിലെത്തുന്നതായി നമുക്ക് അനുഭവമുള്ളതാണ്. മാത്രമല്ല ഇത് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് വലിയ മാറ്റങ്ങളുണ്ടാകും. ഇപ്പോൾ നമ്മുടെ ദീനീ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കുട്ടികൾ അവർ തഹ്ഫീള് പഠിക്കുകയും പിന്നെ ഖുർആനും ഇസ്ലാമിക വിഷയങ്ങളും പഠിക്കുകയും പിന്നെ വിജ്ഞാനത്തിൻ്റെ വിവിധ ശാഖകളിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ അധ്യാപകരാവാം, കച്ചവടക്കാരാവാം, കർഷകരാവാം, ഡോക്ടറാവാം, എൻജിനീയറാവാം, ലോയറാവാം, എന്തെങ്കിലും ആയാലും അവർക്ക് ഖുതുബ പറയാൻ കഴിയും, അവർക്ക് പ്രസംഗിക്കാൻ കഴിയും, അവർക്ക് ഇമാമ നിൽക്കാൻ കഴിയും എന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സാമൂഹിക സാഹചര്യത്തിൽ വമ്പിച്ച മാറ്റമുണ്ടാകും. ആ മാറ്റം അനിവാര്യമാണ്. അതിലേക്ക് ഈ സ്ഥാപനത്തിൻ്റെ ഈ ശ്രമങ്ങൾ ഉപകാരപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനാവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുകയും സാമ്പത്തിക സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന നമ്മുടെ ആദരണീയരായ മഹാന്മാരായ നമ്മുടെ ഈ സുഹൃത്തുക്കൾക്ക് അല്ലാഹു തആല എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അല്ലാഹു തആല ഈ ജീവിതത്തിലും വരും ജീവിതത്തിലും